മാന്നാമംഗലത്ത് സമാധാനം പുലരുമോ? പ്രധാന വാർത്തകൾ. മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളിയിൽ നിന്ന് യാക്കോബായ വിഭാഗം സ്വമേധയാ പിന്മാറി. പള്ളി താൽക്കാലികമായി അടച്ചിട്ടു. പള്ളിയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് 115 പേർക്കെതിരെ പോലീസ് കേസ്. മുനമ്പം മനുഷ്യക്കടത്ത് അന്വേഷണത്തിൽ നിർണായക മൊഴിയുമായി ശ്രീലങ്കൻ വംശജർ. ബോട്ടിന്റെ ശേഷിയേക്കാൾ കൂടുതൽ ഭാരം കയറ്റാതിരിക്കാൻ ഇവരെ ഏജന്റുമാർ പുറത്താക്കിയെന്ന മൊഴി. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ശക്തൻ സ്റ്റാൻഡിൽ വീണ്ടും അപകടം. ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക്. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം അപകടങ്ങൾ തുടർക്കഥയാകുന്നു. മത്സ്യലഭ്യത കുറഞ്ഞത് പ്രതിസന്ധിയാകുന്നു. വിദേശ മത്സ്യബന്ധന ബോട്ടുകളുടെ കടന്നുകയറ്റമാണ് മത്സ്യലഭ്യത കുറയാൻ കാരണമെന്ന് തൊഴിലാളികൾ. ആരാധനാലയങ്ങളിലെ പ്രസാദ വിതരണത്തിനും അന്നദാനത്തിനും ഭക്ഷ്യസുരക്ഷാ രജിസ്ട്രേഷൻ നിർബന്ധമാക്കി. പ്രസാദവും ഭക്ഷണവും തയ്യാറാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടി വരും. നിസാമിന് പരോൾ അനുവദിച്ചതിനെതിരെ ചന്ദ്രബോസിന്റെ കുടുംബം രംഗത്ത്. പരോളിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ചന്ദ്രബോസിന്റെ ഭാര്യ ജമന്തി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളിയിൽ നിന്ന് യാക്കോബായ വിഭാഗം സ്വമേധയാ പിന്മാറി. പള്ളിയിൽ നിന്ന് വിശ്വാസികൾ ഒഴിയണമെന്ന കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പിന്മാറ്റം. 2 ദിവസമായി ഇവർ പള്ളിയിൽ തമ്പടിച്ചിരിക്കുകയായിരുന്നു. തർക്കം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളുമായി കളക്ടർ TV അനുപമ ചർച്ച നടത്തിയിരുന്നു. കളക്ട്രേറ്റിൽ ഇരു വിഭാഗങ്ങളുമായി പ്രത്യേകം നടത്തിയ ചർച്ചയിൽ വിശ്വാസികളോട് നിയമം പാലിക്കണമെന്നും പള്ളി പരിസരത്ത് നിന്ന് പിന്മാറണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടിരുന്നു. വിശ്വാസികൾ പിന്മാറിയതിനെ തുടർന്ന് പള്ളി അടച്ചുപൂട്ടി. മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളി അടച്ചിടാൻ കളക്ട്രേറ്റിൽ നടന്ന ചർച്ചകളിൽ ഇടക്കാല തീരുമാനം. ഇരുവിഭാഗം വിശ്വാസികളും പള്ളിയിൽ നിന്ന് താൽക്കാലികമായി വിട്ടുനിൽക്കും. കോടതി വിധിയുടെയും ക്രമസമാധാന പാലനത്തിന്റെയും പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടം നടത്തിയ സമവായ ശ്രമങ്ങളുടെ ഒടുവിലാണ് തീരുമാനം. ശനിയാഴ്ച 2 മണിവരെ യാക്കോബായ വിഭാഗം തങ്ങളുടെ ഉന്നത നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള സമയം ആവശ്യപ്പെട്ടത് കളക്ടർ അംഗീകരിക്കുകയും തുടർ തീരുമാനം പിന്നീട് എടുക്കാനുമാണ് ധാരണയായത്. നാളെ ഉച്ചവരെ സമയം ജാക്കബൈറ്റ് വിഭാഗം ചോദിച്ചിട്ടുണ്ട്. കാരണം അവരുടെ സഭാ നേതൃത്വമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ടുള്ള അവരുടെ തീരുമാനം അറിയിക്കുന്നതിന് വേണ്ടി നാളെ ഉച്ചവരെ സമയം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുവരെ തൽക്കാലം ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ, ജാക്കബൈറ്റ് വിഭാഗത്തിൻ്റെ വിശ്വാസികൾ ഞങ്ങളുടെ അപേക്ഷയെ തുടർന്ന് ഇപ്പോൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ സ്ഥിതി ശാന്തമാണ്. കോടതി വിധിക്ക് വിധേയമായേ തുടർ തീരുമാനങ്ങൾ ഉണ്ടാകൂ എന്ന് കളക്ടർ വ്യക്തമാക്കി. ജില്ലാ കളക്ടർ TV അനുപമ, സിറ്റി പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്ര, ACP VK രാജു, ഓർത്തഡോക്സ് വിഭാഗത്തെ പ്രതിനിധീകരിച്ച് സെക്രട്ടറി ഇൻചാർജ് ഫാദർ മാത്യു ജേക്കബ് പുതുശ്ശേരി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ റോണി വർഗീസ്, അലക്സ് M കുര്യാക്കോസ് തുടങ്ങിയവരും, യാക്കോബായ വിഭാഗത്തെ പ്രതിനിധീകരിച്ച് ഭദ്രാസനം സെക്രട്ടറി ഫാദർ രാജു മാർക്കോസ്, സഭാ ട്രസ്റ്റി OU ഏലിയാസ് തുടങ്ങിയവരും ചർച്ചകളിൽ പങ്കെടുത്തു. ഇരുവിഭാഗങ്ങളുമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് പലതവണ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഇടക്കാല തീരുമാനത്തിന് ധാരണയായത്. ന്യൂസ് ഡെസ്ക് TCV. മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളി സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗത്തിൽപ്പെട്ട 115 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വധശ്രമത്തിനും കലാപശ്രമത്തിനുമാണ് പോലീസ് കേസെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗത്തിൽപ്പെട്ട 43 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഘർഷവുമായി ബന്ധപ്പെട്ട് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ യൂഹന്നോൻ മോർ മിലിത്തിയോസിനെ 1-ാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തത്. സംഘർഷം നടന്ന സ്ഥലത്ത് പോലീസ് ഫോറൻസിക് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. സംഘർഷത്തെ തുടർന്ന് പള്ളിക്ക് മുന്നിൽ സമരപ്പന്തൽ കെട്ടി കുത്തിയിരിപ്പ് നടത്തിയവരെ പോലീസ് വെളുപ്പിന് തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സംഘം തർക്കം നിലനിൽക്കുന്ന പള്ളിക്ക് മുന്നിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ ദൂരെ കഷ്ടപ്പാട് 10-16 കൊല്ലം മുമ്പ് ഇവരിറങ്ങി പോയി അവിടെ പള്ളി ഉണ്ടാക്കി അവർ പ്രാർത്ഥിക്കേണ്ടത്. ഞങ്ങൾ എങ്ങോട്ട് പോവും? ഞങ്ങളെങ്ങോടാ പോണേ? പറഞ്ഞു തന്നാ നിങ്ങളെല്ലാവരും പറ. ഈ 10-78 വയസ്സായി ഞങ്ങൾ ഈ തള്ള പറ ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു? നിങ്ങളിത് പറയേ. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ പറയാം. നിങ്ങൾക്ക് അമ്മമാരുള്ളതല്ലേ. കഴിഞ്ഞ ദിവസം രാത്രി സമരം നടത്തുന്നവർ പോകാൻ ഒരുങ്ങുന്നതിനിടെ ഓർത്തഡോക്സ് വിഭാഗം ഗേറ്റ് തകർത്ത് പള്ളിയിലേക്ക് കടക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഘർഷത്തെ തുടർന്ന് സമരപ്പന്തൽ പോലീസ് പൂർണ്ണമായും ഒഴിപ്പിച്ചു. സംഘർഷത്തിൽ ഓർത്തഡോക്സ് തൃശൂർ ഭദ്രാസനാധിപൻ യൂഹന്നാൻ മാർ മിലിത്തിയോസ് ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. അക്രമത്തിൽ പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. സംഘർഷത്തിനിടെ കുഴഞ്ഞു വീണ യാക്കോബായ മാനേജിംഗ് ട്രസ്റ്റി അംഗം അബ്രഹാം പാറയ്ക്കലിന്റെ നില ഗുരുതരമായി തുടരുകയാണ്.
മുനമ്പം മനുഷ്യക്കടത്ത് അന്വേഷണത്തിൽ പോലീസിന് തുമ്പായി ശ്രീലങ്കൻ വംശജരായ ദീപക്കും പ്രഭുവും. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ പി.കെ. പത്മരാജന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കണ്ടെത്തിയ ഇരുവരിൽ നിന്നും എറണാകുളം അഡ്മിനിസ്ട്രേഷൻ ഡിവൈഎസ്പി സോജൻ മൊഴിയെടുത്തു. കൈ അകലത്തിൽ ദീപകിന് നഷ്ടമായത് കുടിയേറ്റ സ്വപ്നം മാത്രമല്ല, സ്വന്തം കുടുംബം കൂടിയാണ്. ന്യൂസിലാൻഡിലേക്ക് പോകാനായി ഏജന്റ് മുഖേന ദില്ലിയിൽ നിന്നും മുനമ്പത്തെത്തിയ ദീപക് ഉൾപ്പെടെയുള്ളവർ ബോട്ട് പുറപ്പെടുന്ന നിമിഷത്തിൽ പുറന്തള്ളപ്പെടുകയായിരുന്നു. ആളധികമാണെന്ന കാരണത്താൽ ദീപക്, പ്രഭു എന്നിവർ ഉൾപ്പെടെയുള്ള 20ഓളം പേരെ പുറത്താക്കി ബോട്ട് യാത്ര തിരിച്ചു. പ്രഭുവിനെ ബോട്ടിൽ നിന്നും ചവിട്ടി വീഴ്ത്തുകയായിരുന്നു. എന്നാൽ ദീപകിന്റെ ഭാര്യയും പറക്കമുറ്റാത്ത കുഞ്ഞും ബോട്ടിലകപ്പെടുകയും ചെയ്തു. ശ്രീലങ്കൻ തമിഴർ താമസിക്കുന്ന ദില്ലിയിലെ മതഗിരി അംബേദ്കർ കോളനിയിൽ നിന്നും ദീപകും കുടുംബവും ഉൾപ്പെടെ 100ഓളം പേരാണ് രവീന്ദ്രൻ എന്ന ഏജന്റ് മുഖേന മുനമ്പത്തെത്തിയത്. മുതിർന്നവർക്ക് 1.5 ലക്ഷം രൂപയായിരുന്നു യാത്രാ നിരക്ക്. കുട്ടികൾക്ക് യാത്രാ സൗജന്യവും. ബോട്ടിന്റെ ശേഷിയേക്കാൾ കൂടുതൽ ഭാരം കയറ്റാതിരിക്കാനാണ് ഏജന്റുമാർ ഏതാനും പേരെ ഒഴിവാക്കിയത്. ഇതേ കാരണത്താലാണ് കുറെ ബാഗുകൾ കൊടുങ്ങല്ലൂരിൽ ഉപേക്ഷിക്കുകയും ചെയ്തത്. ദില്ലിയിൽ നിന്നും എത്തിയ 100അംഗ സംഘം ഗുരുവായൂരിൽ ലോഡ്ജുകളിൽ താമസിച്ചിരുന്നു. ഇവിടെ നിന്നാണ് സംഘം ചോറ്റാനിക്കരയിലേക്ക് പോയത്. മതഗിരി കോളനിയിൽ താമസിക്കുന്ന രവീന്ദ്രനാണ് കോളനിവാസികളെ രാജ്യം വിടാൻ പ്രേരിപ്പിച്ചത്. ശ്രീകാന്തും രവീന്ദ്രനും ബോട്ടിൽ പോയവരിൽ ഉൾപ്പെടുന്നുണ്ട്. മറ്റൊരു ഏജന്റായ ശെൽവൻ ഇന്ത്യയിൽ തന്നെയുണ്ടെന്നാണ് നിഗമനം. താമസിക്കാൻ വീടും പ്രതിമാസം 3 ലക്ഷം രൂപ ശമ്പളവുമായിരുന്നു കുടിയേറ്റക്കാർക്ക് വാഗ്ദാനം. ഈ മോഹന വാഗ്ദാനം വിശ്വസിച്ചാണ് 47 ദിവസത്തെ കടൽ യാത്രയ്ക്ക് 230-ലധികം പേർ ഇറങ്ങി പുറപ്പെട്ടത്. TCV കൊടുങ്ങല്ലൂർ. ശക്തൻ സ്റ്റാൻഡിൽ വീണ്ടും അപകടം. ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. രാവിലെയാണ് ശക്തൻ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വീണ്ടും അപകടമുണ്ടായത്. പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ മുക്കാട്ടുകര സ്വദേശി ഷിനോജിനെ വിദഗ്ധ ചികിത്സയ്ക്കായി മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പുത്തൂർ മാന്നാമംഗലം റൂട്ടിലോടുന്ന അൽഫോൻസമ്മ എന്ന ബസ്സാണ് ഓട്ടോയുമായി കൂട്ടിയിടിച്ചത്. സ്റ്റാൻഡിന്റെ മുൻഭാഗത്തുള്ള പെട്രോൾ പമ്പിന് സമീപത്താണ് അപകടമുണ്ടായത്. ഒരാഴ്ച മുമ്പാണ് ശക്തൻ സ്റ്റാൻഡിൽ ബസ് ഇടിച്ച് വയോധിക മരണമടഞ്ഞത്. ചിയാരം കരമ്പറ്റ തോപ്പ് ചിറ്റിലപ്പള്ളി ജോസിന്റെ ഭാര്യ മേരിയാണ് മരിച്ചത്. ശക്തൻ സ്റ്റാൻഡിലെ ബസ്സുകളുടെ പ്രവേശനം സംബന്ധിച്ചും അശാസ്ത്രീയമായ പാർക്കിംഗ് സംബന്ധിച്ചും നേരത്തെയും പരാതികൾ ഉയർന്നിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അടുപ്പിച്ചടുപ്പിച്ച് 2 അപകടമുണ്ടായപ്പോൾ ട്രാഫിക് പോലീസിന്റെ നേതൃത്വത്തിൽ ബസ്സുകളുടെ പ്രവേശനവും പാർക്കിങ്ങും പുനഃക്രമീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. യാത്രക്കാർക്ക് കടന്നുപോകാനുള്ള ട്രാക്കും യാത്രക്കാർ തലങ്ങും വിലങ്ങും ഇറങ്ങി നടക്കുന്ന സാഹചര്യം ഒഴിവാക്കാനും ധാരണയായിരുന്നു. എന്നാൽ ചർച്ചകൾ നടന്നതല്ലാതെ പ്രത്യക്ഷ നടപടികളൊന്നും തന്നെ യാഥാർത്ഥ്യമായില്ല. ശക്തൻ നഗറിൽ സീബ്ര ലൈൻ സംവിധാനം, ഹമ്പുകൾ, വെളിച്ചക്രമീകരണം, ഹമ്പുകളിൽ സ്റ്റഡ് സ്ഥാപിക്കൽ, ബസ്സുകൾക്ക് പാർക്കിങ്ങിനായി കൂടുതൽ ഇടം, യാത്രക്കാർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ, സൂചനാ ബോർഡ് എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ചർച്ചയിൽ ഉയർന്നതാണെങ്കിലും കാര്യമായ നടപടികളൊന്നും തന്നെ ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല. TCV ന്യൂസ്, തൃശൂർ. പുതുക്കാട് സ്റ്റാൻഡിന് മുന്നിൽ KSRTC ബസ്സിടിച്ച് 3 മണിക്കൂറിനിടെ 2 അപകടങ്ങൾ. രാവിലെ തൃശൂരിലേക്ക് പോയിരുന്ന ബസ് കാറിലിടിച്ച് കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. കോട്ടയം കുറുപ്പൻതറ സ്വദേശികളായ കൊല്ലംപറമ്പിൽ സ്റ്റീഫൻ, ഇഞ്ചിക്കാല വിജയൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 മണിക്കൂറിനുള്ളിൽ മറ്റൊരു ബസ് പെട്ടി ഓട്ടോയിലിടിച്ച് ഡ്രൈവർ പാലക്കാട് സ്വദേശി കൊള്ളനിക്കുഴിയിൽ ബാലകൃഷ്ണന് പരിക്കേറ്റു. KSRTC ബസ്സുകൾ അമിത വേഗതയിലെത്തി അശ്രദ്ധമായി സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. സ്റ്റാൻഡിന് മുന്നിൽ അപകടങ്ങൾ തുടർക്കഥയായിട്ടും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. അപകടമുണ്ടാക്കുന്ന ബസ് ഡ്രൈവർമാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അപകട സൂചനാ സിഗ്നലുകൾ സ്റ്റാൻഡിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും ശ്രദ്ധിക്കാൻ ബസ് ഡ്രൈവർമാർ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ, ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര.
കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തകൾ തുടരുന്നു. മത്സ്യലഭ്യത കുറഞ്ഞത് പ്രതിസന്ധിയാകുന്നു. വിദേശ മത്സ്യബന്ധന ബോട്ടുകളുടെ കടന്നുകയറ്റമാണ് മത്സ്യലഭ്യത കുറയാൻ കാരണമെന്ന് തൊഴിലാളികൾ. ഒരു മാസം മുൻപ് കിലോഗ്രാമിന് 100 രൂപയിൽ താഴെയുണ്ടായിരുന്ന മത്തിക്ക് ഇപ്പോൾ 200 രൂപ വരെയായി. ചെറുമീനുകളായ മാന്തൾ, അയല തുടങ്ങിയ മത്സ്യങ്ങൾക്കും കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് 2 ഇരട്ടി വില കൂടി. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കടക്കം മത്സ്യം കുറവാണ് ലഭിക്കുന്നത്. മത്സ്യലഭ്യത കുറഞ്ഞതോടെ പലരും മത്സ്യബന്ധനത്തിന് പോകുന്നുമില്ല. മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള വലിയ മത്സ്യങ്ങളുടെ വരവ് കുറഞ്ഞതോടെയാണ് വില കുത്തനെ കൂടിയത്. വലിയ ബോട്ടുകൾ അശാസ്ത്രീയമായ രീതിയിൽ ചെറിയ കണ്ണി വല ഉപയോഗിച്ച് മത്സ്യം കോരിയെടുക്കുന്നതായി തൊഴിലാളികൾ ആരോപിച്ചു. മത്സ്യക്കുഞ്ഞുങ്ങളെയടക്കം കോരിയെടുക്കുന്നത് മത്സ്യപ്രതിസന്ധിക്ക് കാരണമാക്കുന്നുണ്ട്. കൂടാതെ ചരക്ക് കപ്പലുകൾ തീരത്തു നിന്ന് നിശ്ചിത അകലം പാലിക്കാതെ കടന്നുപോകുന്നതും മത്സ്യബന്ധനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരക്കാർക്കെതിരെ സർക്കാരോ ഫിഷറീസ് വകുപ്പോ കാര്യമായ നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. മത്സ്യം ലഭിക്കാതായതോടെ തീരത്ത് പ്രതിസന്ധിയും രൂക്ഷമായിരിക്കുകയാണ്. മത്സ്യബന്ധനം, വിൽപ്പന, ലോഡിംഗ്, കമ്മീഷൻ ഏജന്റ് തുടങ്ങി വലിയ നിരയാണ് ഇതുമൂലം പ്രതിസന്ധിയിലായത്. TCV ചാവക്കാട്. ആരാധനാലയങ്ങളിലെ പ്രസാദ വിതരണത്തിനും അന്നദാനത്തിനും ഭക്ഷ്യസുരക്ഷാ രജിസ്ട്രേഷൻ നിർബന്ധമാക്കി. പ്രസാദവും ഭക്ഷണവും തയ്യാറാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടി വരും. ക്ഷേത്രങ്ങളും പള്ളികളും ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങൾ പ്രസാദം വിതരണം ചെയ്യുകയോ പ്രസാദവൂട്ട് നടത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ലൈസൻസ് നേടിയിരിക്കണം. ജില്ലയിലെ ആരാധനാലയങ്ങളുടെ കണക്കെടുപ്പ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ക്ഷേത്രങ്ങൾക്കും മുസ്ലിം പള്ളികൾക്കും ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്കും നിയമം ബാധകമാകും. അപ്പവും പായസവും ഉൾപ്പെടെ ദിവസവും പ്രസാദം വിതരണം ചെയ്യുന്ന ക്ഷേത്രങ്ങളായാലും വർഷത്തിലൊരിക്കൽ ഊട്ട് നടത്തുന്ന പള്ളികളായാലും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടി വരും. ദിവസവും പ്രസാദ ഊട്ട് നടത്തുന്നവർ സ്ഥിരം ലൈസൻസ് എടുക്കണം. സ്ഥിരം പ്രസാദ ഊട്ട് നൽകുന്ന ഗുരുവായൂർ ദേവസ്വം ഇതിനകം ലൈസൻസിനെ അപേക്ഷിച്ചു കഴിഞ്ഞു. വർഷത്തിലൊരിക്കലുള്ള അന്നദാനമോ നേർച്ച ഊട്ടോ ആണെങ്കിലും രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഭക്ഷണം പാചകം ചെയ്യുന്നത് വൃത്തിയുള്ള അന്തരീക്ഷത്തിലായിരിക്കണം. ഭക്ഷണം പാചകം ചെയ്യുന്നവർ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കണം. കുടിവെള്ളം നിശ്ചിത ഇടവേളകളിൽ പരിശോധന നടത്തി പാനയോഗ്യമാണെന്ന സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കണം തുടങ്ങിയ നിബന്ധനകൾ ആരാധനാലയങ്ങൾ പാലിക്കേണ്ടി വരും. അത് ഭക്ഷണം പാകം ചെയ്യുന്ന അടുക്കളയിലെ ചുമര് 6 അടി ടൈൽ പതിച്ചുണ്ടാവണം. പെയിൻറ്റ് വാഷബിൾ ആയിരിക്കണം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധമായിരിക്കണം. അതുപോലെ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് ലൈസൻസ് ഉള്ളവരെന്ന് മാത്രം വാങ്ങിയിരിക്കണം. ആദ്യം ഞങ്ങൾ പരിശോധിച്ച് അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്കെതിരെയാണ് ആദ്യം നടപടിയെടുക്കുക. ആരാധനാലയങ്ങളിലെ ഭക്ഷണം കഴിച്ച് ഭക്ഷ്യവിഷബാധ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നതിനാലാണ് നിയമം കർശനമാക്കിയത്. ഭക്ഷ്യസുരക്ഷാ വിഭാഗം ജില്ലയിലെ ആരാധനാലയങ്ങളുടെ കണക്കെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി കൊച്ചിൻ ദേവസ്വം ബോർഡിനും അതിരൂപത ആസ്ഥാനത്തും ഉത്തരവിന്റെ പകർപ്പ് കൈമാറിയതായി ഭക്ഷ്യസുരക്ഷാ വിഭാഗം അസിസ്റ്റന്റ് കമ്മീഷണർ G. ജയശ്രീ TCVയോട് പറഞ്ഞു. ആരാധനാലയങ്ങളിൽ ഭക്ഷണം തയ്യാറാക്കുന്ന ഇടങ്ങളിലും സ്റ്റോർ റൂമിലും നിയമാനുസൃതമായ സുരക്ഷയും ശുചിത്വവും പാലിക്കേണ്ടി വരും. പ്രസാദം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനങ്ങളുടെ ഗുണനിലവാരവും ഉറപ്പാക്കണം. ഭക്തർ ആരാധനാലയങ്ങളിൽ സമർപ്പിക്കുന്ന ദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ വസ്തുക്കളുടെ ഗുണനിലവാരവും ഉറപ്പാക്കണം. ഈ മാസം 31-നകം നടപടിക്രമങ്ങളുടെ ആദ്യഘട്ടം പൂർത്തിയാക്കാനാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നീക്കം. TCV തൃശൂർ. നിസാമിന് പരോൾ അനുവദിച്ചതിനെതിരെ ചന്ദ്രബോസിന്റെ കുടുംബം രംഗത്ത്. പരോളിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ചന്ദ്രബോസിന്റെ ഭാര്യ ജമന്തി. ചന്ദ്രബോസ് വധക്കേസ് പ്രതിയായ മുഹമ്മദ് നിഷാമിന് 3 പകൽ അമ്മയോടൊപ്പം കഴിയാനാണ് കോടതി ഉപാധികളോടെ അനുമതി നൽകിയത്. ഒരാഴ്ചത്തെ പരോൾ അനുവദിക്കണമെന്നായിരുന്നു നിഷാമിന്റെ ഭാര്യ അമൽ നൽകിയ ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നത്. മാതാവിനോട് മാത്രമേ സംസാരിക്കാവൂ, ഫോൺ ഉപയോഗിക്കരുത് എന്നിങ്ങനെയുള്ള നിബന്ധനകളോടെയാണ് പരോൾ അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ നിസാമിന് പരോൾ അനുവദിച്ചത് ചട്ടപ്രകാരമല്ലെന്നാണ് ചന്ദ്രബോസിന്റെ കുടുംബത്തിന്റെ ആക്ഷേപം. ചട്ടപ്രകാരമുള്ള പരോളിനായി ഡിസംബർ 31-ന് നിസാം അപേക്ഷിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച നടപടികൾ പൂർത്തിയാകുന്നതിനിടയിലാണ് മാതാവിനെ കാണാനെന്ന പേരിൽ പരോൾ അനുവദിച്ചത്. നിസാം നേരത്തെ ജയിലിൽ കഴിയുന്ന വേളയിൽ ഫോൺ ഉപയോഗിച്ചത് വിവാദമായിരുന്നു. ജയിലിനകത്ത് നിസാമിന് അമിത സ്വാതന്ത്ര്യം നൽകുന്നതായ പരാതിയും ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ പരോളിനെതിരെ നിയമവിദഗ്ധരുമായി ആലോചിച്ച് നടപടി സ്വീകരിക്കാനാണ് ചന്ദ്രബോസിന്റെ കുടുംബത്തിന്റെ തീരുമാനം. മന്ത്രി VS സുനിൽകുമാറുമായി ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് ചന്ദ്രബോസിന്റെ ഭാര്യ ജമന്തി TCVയോട് വ്യക്തമാക്കി. നമുക്കൊരു പ്രോസിക്യൂട്ടർ വേണമെന്നുള്ളത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി നമ്മൾ ആ ആവശ്യം എന്ന് വെച്ചാൽ എന്നാലും നമുക്ക് എന്തെങ്കിലും അറിയുള്ളൂ. പക്ഷേ കോടതിയുടെ അകത്ത് എന്തെങ്കിലും നടക്കണമെങ്കിൽ നമ്മളറിയാം. നമുക്ക് ഒരു പ്രോസിക്യൂട്ടറെ
അവിടെ വെച്ച് തരണം നമ്മുടെ കേസിനായാലും. എന്നാലും നമ്മൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും നടക്കണമെന്ന് വെച്ചാൽ അറിയുള്ളൂ. അപ്പോൾ അവിടെ എന്ത് നടന്നാലും നിസാമിന് എന്ത് ചെയ്തു കൊടുത്താലും നമ്മളറിയില്ല. നിസാം കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന ഉദയഭാനു മറ്റൊരു കേസിൽ ഉൾപ്പെട്ടതിനാൽ അദ്ദേഹത്തിന്റെ സേവനവും ഉപദേശവും ലഭിക്കാത്ത സാഹചര്യമാണുള്ളതെന്നും നിയമ വിദഗ്ധരുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ചന്ദ്രബോസിന്റെ ബന്ധുക്കൾ വ്യക്തമാക്കി. TCV ന്യൂസ്, തൃശൂർ. അന്തർ സംസ്ഥാന മോഷ്ടാവ് മുട്ടാണി സിദ്ദിഖിനെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. 7 വർഷം മുൻപ് മേലൂർ അടിച്ചിലി ജംഗ്ഷനിലെ മലഞ്ചരക്ക് കട കുത്തിത്തുറന്ന് 1.5 ടൺ റബ്ബർ ഷീറ്റുകൾ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. മലപ്പുറം സ്വദേശിയായ മേലെ ചിലമ്പാട്ടിൽ വീട്ടിൽ മുട്ടാണി എന്നറിയപ്പെടുന്ന അബൂബക്കർ സിദ്ദിഖ് 150ഓളം മോഷണ കേസുകളിലെ പ്രതിയാണ്. കൊരട്ടി SI ജയേഷ് ബാലിന്റെ നേതൃത്വത്തിലുള്ള ക്രൈം സ്ക്വാഡ് അംഗങ്ങളാണ് പ്രതിയെ പിടികൂടിയത്. ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട് ഓപ്പറേറ്റർ മരിച്ചു. മാള കാവനാട് മംഗലപ്പള്ളി ബിർള ചന്ദ്രൻ എന്ന 60 വയസ്സുള്ള ചന്ദ്രനാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രിയിൽ കുഴൂർ പാറപ്പുറത്ത് നടന്ന അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചന്ദ്രനെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. KPMS മാള യൂണിയൻ പ്രവർത്തകനായിരുന്നു. മാള പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഓട്ടോറിക്ഷയിൽ നിന്ന് തെറിച്ചു വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പടിഞ്ഞാറെ പെരുമ്പള്ളിശ്ശേരി ചെട്ടിത്തൊടി വീട്ടിൽ 42 വയസ്സുള്ള ഉണ്ണിയാണ് മരിച്ചത്. വെങ്ങണിശ്ശേരി ഐക്കുന്ന് ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ഞായറാഴ്ച പുലർച്ചെയാണ് അപകടമുണ്ടായത്. മണലൂർ മഞ്ചാടിയിൽ ജനവാസ കേന്ദ്രത്തിലെ മൊബൈൽ ടവർ നിർമ്മാണം ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ചു. ഇവിടെ അനുമതിയില്ലാതെയാണ് ടവർ നിർമ്മാണമെന്ന് നാട്ടുകാർ. മണലൂർ പഞ്ചായത്തിലെ മഞ്ചാടിയിൽ 9ാം വാർഡിലാണ് ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ജിയോ കമ്പനിയുടെ മൊബൈൽ ടവർ നിർമ്മാണം നിർത്തിവച്ചത്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലാണ് കമ്പനി സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ടവർ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. ഇതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത്. ഞങ്ങൾ ഈ ടവർ വരുന്ന കാര്യം അറിയണത് 15ാം തീയതി മോർണിംഗിൽ ഇവർ JCB ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ JCBക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഈ ടവർ എന്നുള്ളൊരു ഇതിനെക്കുറിച്ച് ഞങ്ങളോട് ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇതിൻ്റെ ടവറിൻ്റെ ജിയോ ടവറിൻ്റെ ഓപ്പറേറ്റർ, അതായത് ഇതിൻ്റെ കോൺട്രാക്ടർ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇവിടെ പറയണത് ഇങ്ങനെ ടവറിൻ്റെ പരിപാടിയാണെന്നുള്ള കാര്യം. വീടുകൾക്ക് മീറ്ററുകൾ വ്യത്യാസത്തിലാണ് ടവർ നിർമ്മിക്കാനുള്ള ശ്രമം. കുട്ടികളും സ്ത്രീകളുമടക്കം വലിയൊരു വിഭാഗമാണ് പ്രതിഷേധവുമായി എത്തിയത്. 15ാം തീയതി കമ്പനി ടവർ നിർമ്മാണത്തിനെത്തിയപ്പോൾ വാർഡ് മെമ്പർ പുഷ്പ വിശ്വംഭരൻ രേഖകൾ പരിശോധിച്ചിരുന്നതായി പറയുന്നു. അനുമതി പത്രപ്രകാരം 7ാം വാർഡിലാണ് ടവർ നിർമ്മിക്കാൻ അനുമതി. എന്നാൽ ഈ ഉത്തരവ് വെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് 9ാം വാർഡിൽ ടവർ നിർമ്മിക്കാൻ ശ്രമമെന്നാണ് ജനങ്ങളുടെ ആക്ഷേപം. സെക്രട്ടറി എന്നോട് പറഞ്ഞില്ല, എൻ്റെ വാർഡിലാണ് ഈ സംഭവം നടക്കണമെന്നുള്ളത് പോലും പറഞ്ഞില്ല. ഇതിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മിനിറ്റ്സ് കോപ്പി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് വാർഡ് 9 അല്ല, പക്ഷെ ഇതിൽ വന്നിരിക്കുന്നത് 8ാം വാർഡാണ്. ഈ ടവർ നിർമ്മാണം ആരംഭിക്കുന്നതോടുകൂടി ഈ പരിസരത്ത് റേഡിയേഷൻ്റെ കുഴപ്പങ്ങളും ഒട്ടനവധി രോഗികളുള്ള ഈ പ്രദേശമാണ്. ചിലർക്ക് ക്യാൻസർ രോഗമുണ്ട്, ചിലർക്ക് ശ്വാസം മുട്ടുണ്ട്, ഒട്ടനവധി അസുഖങ്ങളുള്ള ഒരു പ്രദേശമാണ്. അതേസമയം ഇപ്പോൾ 9ാം വാർഡായ പ്രദേശം മുൻകാലത്ത് 7ാം വാർഡായിരുന്നതായും അതുപ്രകാരമാണ് അനുമതി നൽകിയിട്ടുള്ളതെന്നും മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജി ശശി പറഞ്ഞു. സാങ്കേതികമായി വന്ന പിഴവാണ് ഇതെന്നും നിലവിലുള്ള 9ാം വാർഡിൽ തന്നെയാണ് ടവറിന് അനുമതിയെന്നും പ്രസിഡന്റ് പറഞ്ഞു. TCV അന്തിക്കാട്. വീടിന് മുകളിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള KSEBയുടെ പദ്ധതിയിലേക്ക് അപേക്ഷാ പ്രവാഹം. KSEBയുടെ സൈറ്റ് ഹാങ്ങായി. അപേക്ഷകരുടെ എണ്ണത്തിൽ തൃശൂർ 2ാം സ്ഥാനത്ത്. KSEBയുടെയും അനർട്ടിന്റെയും സംയുക്ത സംരംഭമായ സൗരയുടെ പുരപ്പുറ സൗരോർജ്ജ പദ്ധതിക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ഇതുവരെ 1.5 ലക്ഷത്തിലധികം ആളുകളാണ് പദ്ധതിക്കായി അപേക്ഷിച്ചിട്ടുള്ളത്. ഇതിൽ 2ാം സ്ഥാനം തൃശൂരിനാണ്. 2 ദിവസം മുമ്പ് വരെ 6000 പേർ മാത്രമായിരുന്നു പദ്ധതിക്കായി അപേക്ഷിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം സൗര പദ്ധതി സംബന്ധിച്ച് TCB വാർത്ത നൽകിയിരുന്നു. ഇതിനുശേഷം ജില്ലയിൽ നിന്നും പദ്ധതിക്കായി അപേക്ഷിച്ചവരുടെ എണ്ണത്തിൽ വൻ വർധനവാണുള്ളത്. അപേക്ഷകരുടെ ആധിക്യം മൂലം വെബ്സൈറ്റ് ഹാങ്ങായ സ്ഥിതിയാണുള്ളത്. 3 മാതൃകയാണ് സൗര പദ്ധതിയിലുള്ളത്. സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതും പരിപാലനവും അറ്റകുറ്റപ്പണിയും ചെയ്യുന്നത് KSEBയും അനർട്ടുമായിരിക്കും. ഈ മാസം 31 വരെയാണ് പദ്ധതിക്കായി അപേക്ഷിക്കാനാവുക. TCV തൃശൂർ. ഇടവേള. നിങ്ങളിലെ രാജകുമാരിക്ക്
The Rajamukhi Collection by Jose Alucas. വാർത്തയിലേക്ക്. അമ്പലൂർ വെണ്ടൂരിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ സ്കൂട്ടറിന്റെ മുൻവശം തകർന്നു. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലൂരിൽ 2 ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. തലൂർ ബൈപ്പാസ് ജംഗ്ഷന് സമീപത്തുള്ള വളവിൽ ഡ്രൈവർമാരുടെ ശ്രദ്ധ തെറ്റുന്ന തരത്തിൽ പരസ്യ ബോർഡ് വെച്ചത് നീക്കം ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്കിന് ഞായറാഴ്ച തിരിതെളിയും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുരളി തിയേറ്ററിൽ വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. അക്കാദമി ഏർപ്പെടുത്തിയിട്ടുള്ള ഈ വർഷത്തെ അമ്മന്നൂർ പുരസ്കാരം പ്രശസ്ത നാടകപ്രവർത്തകൻ പ്രസന്നയ്ക്ക് ചടങ്ങിൽ മന്ത്രി സമ്മാനിക്കും. അക്കാദമി ചെയർപേഴ്സൺ KPSC ലളിത അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഫെസ്റ്റിവൽ പുസ്തക പ്രകാശനം മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് നിർവഹിക്കും. 8 ദിവസങ്ങളിലായി നടക്കുന്ന നാടകോത്സവത്തിൽ 6 വിദേശ നാടകങ്ങളടക്കം 13 നാടകങ്ങളാണ് അരങ്ങിലെത്തുക. ആദ്യ അവതരണത്തിനുള്ള ശ്രീലങ്ക, ഇറാൻ എന്നീ നാടക സംഘങ്ങൾ ശനിയാഴ്ച തൃശ്ശൂരിലെത്തും. ടിക്കറ്റ് നിരക്ക് 30 നിന്നും 50 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംഗീത നാടക അക്കാദമി സെക്രട്ടറി ഡോക്ടർ N രാധാകൃഷ്ണൻ നായർ, ഫെസ്റ്റിവൽ ഡയറക്ടർ G കുമാരവർമ്മ, ഫെസ്റ്റിവൽ കോർഡിനേറ്റർ ജലീൽ P കുന്നത്ത്, P മധു, ശ്രീജിത്ത് രമണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അളഗപ്പനഗർ പഞ്ചായത്തിൽ വെള്ളമില്ലാതെ നശിച്ച നെൽകൃഷിക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മണ്ണമ്പേട്ടയിലെ കൃഷിഭവൻ കർഷകർ ഉപരോധിച്ചു. സ്ത്രീകൾ ഉൾപ്പെടെ 25ഓളം കർഷകരാണ് ഓഫീസിനുള്ളിൽ പ്ലക്കാർഡുകളുമായി ഉപരോധ സമരം നടത്തിയത്. 2 മണിക്കൂറോളം കർഷകർ സമരം നടത്തി. നഷ്ടപരിഹാരം ലഭിക്കാനുള്ള നടപടിയെടുക്കാതെ പിരിഞ്ഞു പോകില്ലെന്ന് കർഷകർ നിലപാടെടുത്തതോടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൃഷി ഓഫീസർ ചർച്ച നടത്തി. ഇതിനിടെ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി സ്ഥലത്തെത്തി പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുമായി ഫോണിൽ ബന്ധപ്പെട്ടു. പൂർണ്ണമായും കൃഷി നശിച്ചതായി കൃഷി ഓഫീസർ റിപ്പോർട്ട് നൽകാമെന്നും കൃഷി നശിച്ചവർക്ക് മുഴുവൻ തുകയും നഷ്ടപരിഹാരമായി നൽകാമെന്നുമുള്ള ഉറപ്പിൽ കർഷകർ ഉപരോധ സമരം അവസാനിപ്പിച്ചു. വരാക്കര പാടശേഖരത്തിൽ വെള്ളമില്ലാതെ കരിഞ്ഞുണങ്ങിയ കതിരുകൾ മുറിച്ചെടുത്താണ് കർഷകർ കൃഷി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പാടശേഖരത്തിലെ 40 ഏക്കർ വരുന്ന മുണ്ടകൻ കൃഷി വെള്ളം ലഭിക്കാതെ പൂർണ്ണമായും നശിച്ചു. പാട്ടത്തിനടുത്ത് കൃഷിയിറക്കിയ കർഷകർ ഉൾപ്പെടെ 50ഓളം പേരാണ് വരാക്കര പാടത്ത് നെൽകൃഷി ഇറക്കിയത്. പീച്ചി ഡാമിൽ നിന്ന് ഇടതകര കനാലിലൂടെ എത്തുന്ന വെള്ളമാണ് ഇവിടുത്തെ കർഷകർ ആശ്രയിക്കുന്നത്. പ്രളയത്തിൽ തകർന്ന കനാൽ 5 മാസം പിന്നിട്ടിട്ടും പുനർനിർമ്മിക്കാതായതോടെയാണ് വെള്ളമില്ലാതെ കർഷകർ ദുരിതത്തിലായത്. കർഷക സമിതിയുടെ നേതൃത്വത്തിൽ പലതവണ അധികൃതർക്ക് മുൻപിൽ വെള്ളം ലഭ്യമാക്കണമെന്നും കനാൽ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും എടുത്തില്ലെന്ന് ആക്ഷേപമുണ്ട്. പഞ്ചായത്തിലെ മറ്റ് പാടശേഖരങ്ങളിലും നെൽകൃഷി വെള്ളമില്ലാതെ നാശത്തിന്റെ വക്കിലാണ്. വട്ടണാത്ര, പൂക്കോട്, വെണ്ടൂർ എന്നീ പാടശേഖരങ്ങളിലായി 280ഓളം ഏക്കർ നെൽകൃഷിയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. പീച്ചി ഇടതകര കനാലിലൂടെ എത്രയും വേഗം വെള്ളമെത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെയുള്ള കൃഷിയും പൂർണ്ണമായും നശിക്കും. TCV പുതുക്കാട്. പ്രളയം തകർത്ത് കളഞ്ഞ കേരളത്തിന്റെ പുനർനിർമ്മാണത്തിൽ പങ്കുചേർന്ന് ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന 2ാമത്തെ വീടിന്റെ തറക്കല്ലിടൽ ചിറ്റിശ്ശേരിയിൽ നടന്നു. നെന്മണിക്കര പഞ്ചായത്തിലെ ചിറ്റിശ്ശേരിയിൽ തടത്തിൽ ഡേവിസിന്റെ കുടുംബത്തിനാണ് ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ 2ാമത്തെ സന്തോഷ വീട് ഒരുക്കുന്നത്. വീടിന്റെ തറക്കല്ലിടൽ തടത്തിൽ ഡേവിസ് തന്നെയാണ് നിർവഹിച്ചത്. നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല മനോഹരൻ, വാർഡ് അംഗം സുഗന്ധി ഷാജു എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ ചീഫ് കോർഡിനേറ്റർ PP ജോസ്, ഗ്രൂപ്പ് ട്രെയിനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് DGM TA ജോർജ്, മാൾ ഓഫ് ജോയ് മാൾ മാനേജർ KA സുമേഷ്, ജോയ് ആലുക്കാസ് ജ്വല്ലറി മാനേജർ പോൾ മഞ്ഞില, ജോളി സിൽക്സ് മാനേജർ ബെസ്റ്റോ കണ്ണമ്പുഴ എന്നിവർ സന്നിഹിതരായിരുന്നു. 5 ലക്ഷം രൂപ ചെലവിലാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. ജോയ് ഹോംസ് എന്ന പേരിൽ 15 കോടി രൂപ മുതൽ മുടക്കി 250 വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് ജോയ് ആലുക്കാസ് ഫൗണ്ടേഷന്റെ പദ്ധതി. പരിസ്ഥിതിക്ക് അനുകൂലമായ രീതിയിൽ വിദഗ്ധരായ ആർക്കിടെക്റ്റുകളുടെ മേൽനോട്ടത്തിലാണ് ജോയ് ഹോംസ് പദ്ധതി നടപ്പാക്കുന്നത്. സന്തോഷ വീടുകൾ നിർമ്മിക്കുന്നതിലൂടെ റീബിൽഡിംഗ് കേരള എന്ന സർക്കാരിന്റെ പ്രവർത്തനത്തിന് കരുത്തേകുകയാണ് ജോയ് ആലുക്കാസിന്റെ ലക്ഷ്യം. അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 41ാമത് പുഷ്പോത്സവത്തിന് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയുടെ തെക്കുഭാഗത്ത് തുടക്കമായി. മേയർ അജിത വിജയൻ ഉദ്ഘാടനം ചെയ്തു. മുൻ മേയറും പുഷ്പോത്സവം പ്രസിഡന്റുമായ K രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. കോർപ്പറേഷൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ML റോസി, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ A കല, ഡോക്ടർ ജിജു P അലക്സ്, ഡോക്ടർ ദീപ ആനന്ദ്, പുഷ്പോത്സവം ജനറൽ കൺവീനർ രാമചന്ദ്രൻ പെരുമ്പിടി, വൈസ് പ്രസിഡന്റ് സെബി ഇരമ്പൻ, പബ്ലിസിറ്റി കൺവീനർ P മുഹമ്മദ് ബാബു എന്നിവർ സംസാരിച്ചു. ഈ മാസം 27 വരെ പുഷ്പോത്സവം നീണ്ടുനിൽക്കും. പക്ഷിമൃഗാദികളുടെ പ്രദർശനം, വിവിധ കലാമത്സരങ്ങൾ, അപൂർവ ഇനം ചെടികളുടെ പ്രദർശനം എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്.
ഇഞ്ചക്കുണ്ടിലെ ജനവാസ മേഖലയിൽ കഴിഞ്ഞ ദിവസം രാത്രി വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങി. ഇഞ്ചക്കുണ്ട് കൽക്കുഴി റോഡിന് സമീപത്തുള്ള മണ്ണാർത്തോട്ടം പാപ്പച്ചൻ, ആലനോലിക്കൽ ബാബു എന്നിവരുടെ പറമ്പുകളിലെത്തിയ ആനകൾ വാഴ, തെങ്ങ്, അടക്കാമരം എന്നിവ നശിപ്പിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ 4ഓടെയാണ് സമീപത്തെ തേക്കുതോട്ടത്തിൽ നിന്ന് 3 ആനകൾ ഈ പ്രദേശത്തേക്ക് എത്തിയത്. നാട്ടുകാർ പടക്കം പൊട്ടിച്ചും ഒച്ചയെടുത്തുമാണ് ആനകളെ തുരത്തിയത്. 2 ആഴ്ച മുൻപും ഈ പ്രദേശത്ത് കാട്ടാനകൾ ഇറങ്ങിയിരുന്നു. പതിവില്ലാത്ത വിധം ജനവാസ മേഖലകളിലേക്ക് കാട്ടാനകൾ എത്തിത്തുടങ്ങിയത് ജനങ്ങളെ ഭീതിയിലാക്കിയിട്ടുണ്ട്. മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തുകളിലെ മലയോര പ്രദേശങ്ങളിൽ കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പ്രശ്നത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മന്ത്രി സി രവീന്ദ്രനാഥ് വനം വകുപ്പ് മന്ത്രി കെ രാജുവിന് കത്ത് നൽകി. മേഖലയിൽ വന്യജീവി ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. കൃഷിനാശവും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ ഇവിടെ ഭീതിയിലാണെന്നും ഉടൻ നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ 4 നാൾ നീണ്ട താലപ്പൊലി ആഘോഷങ്ങൾ സമാപനത്തിലേക്ക്. 4ാം താലപ്പൊലി നാളായ വെള്ളിയാഴ്ച തെക്കേനടയിലെ കുരുമ്പയമ്മയുടെ സന്നിധിയിൽ നിന്നും ആരംഭിച്ച എഴുന്നള്ളിപ്പിൽ പഞ്ചവാദ്യവും തുടർന്ന് മേളവും അകമ്പടിയായി. ശനിയാഴ്ച പുലർച്ചെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് കോലം ഇറക്കി പൂജിക്കുന്നതോടെ താലപ്പൊലി ആഘോഷം അവസാനിക്കും. കുരിക്കുഴി കമ്പനിക്കടവിൽ മത്സ്യബന്ധനത്തിനിടെ തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു. കുരിക്കുഴി കരടിവളവ് സ്വദേശി അരയങ്ങാട്ടിൽ കുഞ്ഞിരാമന്റെ മകൻ 53 വയസ്സുള്ള സത്യനാണ് മരിച്ചത്. വള്ളത്തിൽ തളർന്നു വീണ സത്യനെ ഉടനെ കരയിലെത്തിച്ച് കുരിക്കുഴി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ തുടർന്ന് കയ്പമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ കേരളത്തിന്റെ അഭിമാന താരമായി മാറുകയാണ് അഞ്ജന ശ്രീജിത്ത്. തൃശൂർ CMS സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയായ അഞ്ജന പൂനെയിൽ നടന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കി. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ മെഡൽ നേട്ടങ്ങളുടെ പൊൻതിളക്കവുമായി മുന്നേറുകയാണ് അഞ്ജന ശ്രീജിത്ത് എന്ന കായിക താരം. വയനാട് തയ്യൽ വീട്ടിൽ ശ്രീജിത്ത് കവിതാ ദമ്പതികളുടെ മകളായ അഞ്ജന തൃശൂർ CMS സ്കൂളിലെ +1 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയാണ്. ജനുവരി 9 മുതൽ 15 വരെ പൂനെയിൽ നടന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഈ കായിക താരം വെള്ളി കരസ്ഥമാക്കി. 152 കിലോ ഭാരം അനായാസം എടുത്തുപൊക്കിയാണ് ഈ നേട്ടം കയ്യെത്തിപ്പിടിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ 3 ലക്ഷം രൂപ സമ്മാനവും അഞ്ജനയ്ക്ക് ലഭിച്ചിരുന്നു. ഗോൾഡ് കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ 6 കിലോയിൽ എനിക്ക് സിൽവർ ആയിപ്പോയി. 6 കിലോയിൽ കുറഞ്ഞുപോയി ചെയ്തത്. പിന്നെ കേരളത്തിന് വേണ്ടി സിൽവർ കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. എൻ്റെ മിസ്സ് എന്നെ കുറേ പ്രൊമോട്ട് ചെയ്തായിരുന്നു. ഇതിന് വേണ്ടിയിട്ട് മിസ്സിനോട് വലിയ താങ്ക്സ് പറയുന്നു. നവംബറിൽ മഹാരാഷ്ട്ര നാഗ്പൂരിൽ നടന്ന നാഷണൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ വിഭാഗത്തിൽ വെങ്കലവും അഞ്ജനയ്ക്ക് ലഭിച്ചിരുന്നു. ആസാമിൽ നടന്ന ദേശീയ സ്കൂൾ ഗെയിംസിൽ വെള്ളിയും സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ 2016, 17, 18 എന്നീ വർഷങ്ങളിൽ തുടർച്ചയായി 3 തവണ സ്വർണവും അഞ്ജന കരസ്ഥമാക്കിയിരുന്നു. സ്കൂൾ ഗെയിംസിന് പുറമെ സബ് ജൂനിയർ, സീനിയർ സംസ്ഥാന വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പുകളിലും സ്വർണം നേടിയതോടെ ഹാട്രിക് സ്വർണ്ണ നേട്ടവും ഈ മിടുക്കിക്ക് കയ്യെത്തിപ്പിടിക്കാനായി. ഇനിയും ദേശീയ, അന്തർദേശീയ മത്സരങ്ങളിലും മാറ്റുരയ്ക്കാനുള്ള മുന്നൊരുക്കങ്ങളിലാണ് അഞ്ജന. വളർക്കാവ് സ്വദേശിനി ചിത്ര ചന്ദ്രമോഹനാണ് പരിശീലക. പുതിയ നേട്ടങ്ങളിലേക്ക് ഉറച്ച ചൂടോടെ മുന്നേറുന്ന ഈ പെൺകുട്ടി കായിക കേരളത്തിന്റെയും ഭാവി ഇന്ത്യയുടെയും സുവർണ പ്രതീക്ഷകളിലേക്കാണ് ഉയരുന്നത്. TC വിനോസ്, തൃശൂർ. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക് വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി പോലീസ് റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നു. 27-ന് തൃശൂരിലെത്തുന്ന മോദി ഗുരുവായൂരിൽ ദർശനം നടത്തിയേക്കുമെന്ന സൂചനയിലാണ് പോലീസ് മുൻകൂട്ടി സുരക്ഷ ഒരുക്കുന്നത്. ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങി കാർ മാർഗം അരിയന്നൂർ വഴി ഗുരുവായൂരിൽ എത്താനാണ് സാധ്യത. തൃശൂരിൽ നിന്ന് റോഡ് മാർഗം വരേണ്ടി വന്നാൽ സ്വീകരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പരിശോധിച്ചു. ഇതിന്റെ ഭാഗമായി തൃശൂർ മുതൽ ഗുരുവായൂർ വരെയുള്ള പ്രധാന ജംഗ്ഷനുകൾ, റോഡരികിലെ കെട്ടിടങ്ങൾ എന്നിവയുടെ എണ്ണം ശേഖരിച്ചു. യുവമോർച്ച സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായാണ് മോദി 27-ന് തൃശൂരിൽ എത്തുന്നത്. എന്നാൽ മോദിയുടെ ക്ഷേത്ര ദർശനം സംബന്ധിച്ച് ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. വിധി തളർത്തിയ ജീവിതത്തെ ഒറ്റയ്ക്ക് പൊരുതി തോൽപ്പിക്കുകയാണ് എടത്തിരുത്തിയിലെ രജനി ഭായ് എന്ന വയോധിക. ചെറുപ്പത്തിലെ പോളിയോ ബാധിച്ച്
ഇരുകാലുകളുടെയും ചലനശേഷി നഷ്ടപ്പെട്ട പൈനൂർ സ്വദേശിയായ കരിഞ്ചേറ്റ രജനി ഭായിക്ക് 70-ാം വയസ്സിലും ജീവിതം ഒരു പരീക്ഷണമാണ്. 8 മാസം പ്രായമുള്ളപ്പോഴാണ് രജനിബായി പോളിയോ ബാധിതയായത്. 5 മക്കളുള്ള കുടുംബത്തിൽ സഹോദരങ്ങളെല്ലാം മാറി താമസിച്ചതോടെ രജനിബായിയും അമ്മ രുക്മിണിയും മാത്രം വീട്ടിൽ അവശേഷിച്ചു. 5 വർഷം മുൻപ് അമ്മയും വേർപിരിഞ്ഞതോടെ ഇവരുടെ ലോകം തനിച്ചായി. ഇടയ്ക്ക് ബന്ധുക്കൾ വിവരങ്ങൾ അന്വേഷിച്ചെത്തുന്നുണ്ടെങ്കിലും ഭക്ഷണവും മറ്റും നൽകുന്നത് അയൽവാസികളാണ്. പരസഹായമില്ലാതെ നീങ്ങിയിരിക്കാൻ പോലും കഴിയാത്ത ഇവർ കിടക്കുന്നിടത്തായി ഇലക്ട്രിക് സ്റ്റൗവിൽ ഭക്ഷണമുണ്ടാക്കും. എന്നാൽ വൈദ്യുതി നിലച്ചാൽ വിശപ്പടക്കി ആരോടും പരിഭവമില്ലാതെ കിടന്നുറങ്ങും. ഇടയ്ക്ക് ഭക്ഷണം നൽകാനായി അയൽവാസികൾ വരുന്നതൊഴിച്ചാൽ ഏതു സമയവും തകർന്നു വീഴാവുന്ന വീട്ടിലേക്ക് ആരും എത്തി നോക്കാറില്ല. വാതിലുകൾ പോലുമില്ലാത്ത ഓടുമേഞ്ഞ വീട്ടിൽ ഇഴജന്തുക്കളും മറ്റും ഏതു സമയവും കയറി വരാവുന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ 5 കൊല്ലമായി ഞാൻ ഒറ്റയ്ക്ക്. അതുപോലെ അമ്മയുണ്ടായിരുന്നു എനിക്ക് സഹായത്തിന്. ഒരുവിധ ജോലികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ ജോലികളും ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നും ബാക്കി വെച്ചിട്ടില്ല. കോലമുടയും പായ നെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നു. ഇപ്പം എനിക്കൊന്നിനും വയ്യ. രാവിലെ ചോറൊക്കെ വെച്ച് അങ്ങനെ കിടന്നുറങ്ങും. പ്രളയം വന്നപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരവസ്ഥയിലായി. എങ്ങനെ സഹായം ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നു ഞാൻ. ഈ പെൻഷനോട് കൂടാണ്ട് വില്ലേജിൽ നിന്ന് വന്നിരുന്നു. വന്നൊക്കെ നോക്കി പോയിട്ടുണ്ട്. അവർ എന്തെങ്കിലും സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രളയത്തെ തുടർന്ന് ഏതു സമയത്തും നിലംപൊത്താറായ വീട്ടിൽ നിന്ന് ബന്ധുക്കൾ അവരുടെ വീട്ടിലേക്ക് മാറ്റിയിരുന്നു. പ്രളയത്തിനു ശേഷം സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. സർക്കാരിന്റെ പ്രളയ ദുരിതാശ്വാസ സഹായം പാസ്സായിട്ടുണ്ടെന്ന് റവന്യൂ അധികൃതർ അറിയിച്ചുവെങ്കിലും എന്നോ കിട്ടുമെന്നും വ്യക്തതയില്ല. പ്രതിമാസം വികലാംഗ പെൻഷനായി ലഭിക്കുന്ന തുച്ഛമായ തുക മാത്രമാണ് രജനിബായിയുടെ ഏക വരുമാന മാർഗം. ജനിച്ചു വളർന്ന കിടപ്പാടത്തെ ഉപേക്ഷിക്കാൻ മനസ്സ് വരുന്നില്ലെങ്കിലും എത്ര നാൾ ഈ അവസ്ഥയിൽ മുന്നോട്ടു പോകുമെന്ന് ചോദിച്ചാൽ നിറഞ്ഞ കണ്ണീരോടെയുള്ള ഒരു ചെറു പുഞ്ചിരി മാത്രമാണ് രജനിബായിക്ക് മറുപടിയായിട്ടുള്ളത്. TCV ന്യൂസ്, കയ്പമംഗലം. മരുതിയൂർ ചെന്തരത്തി ചന്ദനക്കുടം നേർച്ചയ ആഘോഷം തുടങ്ങി. ചെന്തരത്തി പള്ളിയങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ശൈഖുന ചീനാത്ത് അബ്ദുൽ ഖാദിർ മുസ്ലിയാരുടെ ഓർമ്മയ്ക്കായിട്ടാണ് നേർച്ച ആഘോഷം നടക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ വലിയകത്ത് മൂത്താട്ടിൽ ബക്കറിന്റെ വസതിയിൽ നിന്നും ആരംഭിച്ച താബൂത്ത് കാഴ്ച ജാറത്തിൽ എത്തി പട്ട് സമർപ്പിച്ചു. ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ നാട്ടുകാഴ്ചകൾ ജാറത്തിൽ എത്തിച്ചേർന്നു. ശനിയാഴ്ച രാവിലെ മുതൽ ജാറമങ്കണത്തിൽ മൗലീദ് പാരായണവും കൂട്ട സിയാറത്തും നടക്കും. വിവിധ ദേശങ്ങളിൽ നിന്നും പുറപ്പെടുന്ന കൊടിയേറ്റ കാഴ്ചകൾ ഉച്ചയ്ക്ക് മരുതിയൂർ കവലയിൽ സംഗമിക്കും. തുടർന്ന് മഹാഘോഷയാത്രയായി ജാറത്തിലെത്തി കൊടിയേറ്റം നടത്തും. തുടർന്ന് നേർച്ചയായി ചക്കരക്കഞ്ഞി വിതരണവും ഉണ്ടായിരിക്കും. തൃശൂർ പ്രസ് ക്ലബ്ബ് കുടുംബസംഗമത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫുട്ബോൾ മേളയിൽ കേരള കൗമുദി ജേതാക്കളായി. ഫൈനലിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് ദേശാഭിമാനിയെ തോൽപ്പിച്ചാണ് കൗമുദി ജേതാക്കളായത്. TCV 3-ാം സ്ഥാനം കരസ്ഥമാക്കി. തൃശൂർ തേക്കിൻകാട് മൈതാനത്തായിരുന്നു ഫുട്ബോൾ മേള അരങ്ങേറിയത്. വാണിജ്യം. ലേഡീസ് ഡിസൈനർ വെയറുകളുടെ ഏറ്റവും മികച്ച ശേഖരവുമായി ലാ റോസ ബോട്ടിക് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ MG റോഡിൽ HDFC ബാങ്കിന് എതിർവശം ആരംഭിച്ച ലാ റോസ ബുട്ടിക് മേയർ അജിത വിജയൻ ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം ശ്രാവണ മുഖ്യാതിഥിയായിരുന്നു. ജമീല ഉമർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ലാ റോസ ഉടമ ഷിബി നസീർ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയ സന്നിഹിതരായിരുന്നു. ഡിസൈനർ സാരീസ്, ഡിസൈനർ ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, വെഡ്ഡിംഗ് ഗൗൺ എന്നിവയുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾക്കൊപ്പം കുർത്തീസിന്റെ വിപുലമായ സെലക്ഷനുകളും ലാ റോസയിൽ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും ഗുണമേന്മയാർന്ന ഡ്രസ് മെറ്റീരിയൽസും ഏറ്റവും മികച്ച ട്രെൻഡി ഫാഷൻ വസ്ത്രശ്രേണികളുമായി സ്ത്രീകളുടെ വസ്ത്രസങ്കല്പങ്ങളെ വർണ്ണാഭമാക്കുകയാണ് ലാ റോസ ബൊട്ടിക്. ഏവരുടെയും ഇഷ്ടാനുസരണം ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങും ഏറ്റവും മികവാർന്ന രീതിയിൽ ലാ റോസയിൽ ചെയ്തു നൽകുന്നതാണ്. 2000 രൂപയുടെ മുകളിലുള്ള പർച്ചേസുകൾക്ക് ഗിഫ്റ്റ് വൗച്ചറുകളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9061229333. സ്ത്രീകളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ സ്റ്റൈലിഷ് ഡിസൈനർ വെയറുകളുടെ മികച്ച കളക്ഷനുമായി ദക്ഷിണ അനീഷ് ബാൽ ഡിസൈൻസ് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജ് റോഡിൽ കിഴക്കേക്കോട്ട ജംഗ്ഷന് സമീപം അലൈഡ് ടവേഴ്സിൽ ആരംഭിച്ച ദക്ഷിണ അനീഷ് ബാൽ ഡിസൈൻസിന്റെ ഉദ്ഘാടനവും ആശീർവാദ കർമ്മവും സെന്റ് തോമസ് കോളേജ് എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ വർഗീസ് കുത്തൂർ നിർവഹിച്ചു. ദക്ഷിണ പാർട്ണർമാരായ റീജ ജോസ് പോൾ, അനീഷ് ബാൽ എന്നിവർ ചേർന്ന് വെസ്റ്റേൺ വാച്ച് കമ്പനി ഉടമ ജോസ് ഫ്രാൻസിസിന് നൽകി ആദ്യ വിൽപ്പന നിർവഹിച്ചു. ദക്ഷിണ പാർട്ണർ MP സുധീപ്, ജോസ് പോൾ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ബ്രൈഡൽ വെയർ, ഗൗൺസ്, ലാച്ച, ലെഹങ്കാസ്, സാരീസ്,
ചോളി, സാൽവർ കമ്മീസ്, ചുരിദാർ, കുർത്ത എന്നിവയുടെയെല്ലാം ഏറ്റവും മികച്ച സ്റ്റൈലിഷ് ഡിസൈനുകൾ ദക്ഷിണയിൽ നിന്നും യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ഉപഭോക്താക്കളുടെ ഇഷ്ടാനുസരണം ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങും ദക്ഷിണയിൽ ഒരുക്കിയിട്ടുണ്ട്. റോസ് സിൽക്ക്, ടസർ സിൽക്ക്, ജൂട്ട് സിൽക്ക്, ചന്തേരി സിൽക്ക്, കോട്ടൺ, ലിനൻ തുടങ്ങിയവയിലെല്ലാം ഏറ്റവും മികച്ച ലേഡീസ് ഡിസൈനർ വെയറുകൾ ഒരുക്കുകയാണ് ദക്ഷിണ അനീഷ് ബാൽ ഡിസൈൻസ്. കൂടുതൽ വിവരങ്ങൾക്ക് 7593890340. പ്രധാന വാർത്തകൾ വീണ്ടും. മാന്നമംഗലം സെന്റ് മേരീസ് പള്ളിയിൽ നിന്ന് യാക്കോബായ വിഭാഗം സ്വമേധയാ പിന്മാറി. പള്ളി താൽക്കാലികമായി അടച്ചിട്ടു. പള്ളിയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട 115 പേർക്കെതിരെ പോലീസ് കേസ്. മുനമ്പം മനുഷ്യക്കടത്ത് അന്വേഷണത്തിൽ പോലീസിന്റെ തുമ്പായി ശ്രീലങ്കൻ വംശജർ. ബോട്ടിന്റെ ശേഷിയേക്കാൾ കൂടുതൽ ഭാരം കയറ്റാതിരിക്കാൻ ഇവരെ ഏജന്റുമാർ പുറത്താക്കിയെന്ന് മൊഴി. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ശക്തൻ സ്റ്റാൻഡിൽ വീണ്ടും അപകടം. ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക്. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം അപകടങ്ങൾ തുടർക്കഥയാകുന്നു. മത്സ്യലഭ്യത കുറഞ്ഞത് പ്രതിസന്ധിയാകുന്നു. വിദേശ മത്സ്യബന്ധന ബോട്ടുകളുടെ കടന്നുകയറ്റമാണ് മത്സ്യലഭ്യത കുറയാൻ കാരണമെന്ന് തൊഴിലാളികൾ. ആരാധനാലയങ്ങളിലെ പ്രസാദ വിതരണത്തിനും അന്നദാനത്തിനും ഭക്ഷ്യസുരക്ഷാ രജിസ്ട്രേഷൻ നിർബന്ധമാക്കി. പ്രസാദവും ഭക്ഷണവും തയ്യാറാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടി വരും. നിസാമിന് പരോൾ അനുവദിച്ചതിനെതിരെ ചന്ദ്രബോസിന്റെ കുടുംബം രംഗത്ത്. പരോളിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ചന്ദ്രബോസിന്റെ ഭാര്യ ജമന്തി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.